നമ്മൾ ഈ മരുന്ന് കുടിക്കണത് എന്തിനാ? ഒരിക്കലും മരിക്കാതിരിക്കാനാണല്ലേ. എന്നാ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എത്ര മരുന്ന് കുടിച്ചാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ട് നമ്മൾ താമസിച്ചാലും സമയമായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ മരിപ്പിക്കും. കഴിഞ്ഞിട്ടില്ല. ഇനി മരിച്ചു കഴിഞ്ഞാല് നമ്മളെ ഏത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് കബറടക്കിയാലും ആ കബറിൽ നമ്മളെ എല്ലുകൾ മുഴുവനും മണ്ണോട് ചേർന്നാലും സമയമായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പുനർജനിപ്പിക്കും. അപ്പൊ ചില ആളുകൾ ചോദിക്കുകയെ, അള്ളാഹുവിനെ ഈ നുരുമ്പിച്ച എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജീവിപ്പിക്കാൻ കഴിയുമോന്ന്. ഓനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നീ ആദ്യം മുന്നിലേക്ക് നോക്കണ്ട, പിന്നിലേക്ക് നോക്ക്. തെറിച്ചു പുറപ്പെട്ട ഒരു ഇന്ദ്രിയത്തുള്ളിയായ നിന്നെ അള്ളാഹു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിപ്പിച്ച ആ ദിവസം, വെറും ഒരു ഇന്ദ്രിയത്തുള്ളിയായ നിന്നെ അള്ളാഹു പിന്നെ ഒരു രക്തപിണ്ഡമാക്കി. ആ രക്തത്തിലേക്ക് എല്ലുകൾ കൊണ്ടുവന്നു. ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ഇല്ലായ്മയിൽ നിന്ന് നിന്നെ എല്ലാം ഉള്ളവനാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ അള്ളാഹുവിനെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജീവിപ്പിക്കാൻ കഴിയൂല എന്നജ് പറയുന്നത്. അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ തമ്മാടികളോട് അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട്. എന്താ വെല്ലുവിളി എന്നറിയോ? കേട്ടോളി. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എനിക്ക് അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയൂലെന്ന്? അതവന്റെ വെറും തോന്നലാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഞാൻ അവന്റെ വിരൽ തുമ്പ് പോലും കൃത്യമായി നിർമ്മിക്കാൻ പോന്നവനാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, എന്നാ എന്നാണിത് ഉണ്ടാവുക? ഈ ഖിയാമത്ത് നാളൊക്കെ ഈ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടൽ എന്നാ ഉണ്ടാവുക? ഓനോട് പറഞ്ഞു കൊടുക്കണം, അത് നീ കാണുന്ന ദിവസം നിന്റെ അവസ്ഥ എന്താ? ഫഇദാ ബരിഖൽ ബസർ, നിന്റെ കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോകും. വഹസഫൽ ഖമർ, ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകും. വജുമിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടും. അന്നാണ് അതുണ്ടാവുക. ഗർഭിണികൾ അന്നുണ്ടായിരുന്നാൽ പൊന്നെ, പ്രസവിച്ചു പോകും ഭീതിയാലുടൻ തന്നെ. അതുപോലെ പാലൂട്ടുന്ന ഏതൊരു തള്ളയും മറക്കുന്നതാണ് അവർക്കുള്ള പിള്ളയെ തന്നെയും. അത്ര ഭീതിതാണത്, അത്രത്തോളം ഭീതിത. നിങ്ങൾ എന്താ വിചാരിച്ച അള്ളാഹുവിനെ കുറിച്ചിട്ട്? എന്നാ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതൊന്നും അള്ളാഹു അല്ല. അള്ളാഹിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല.